അപ്പോ നമുക്ക് 20-ാം നൂറ്റാണ്ടിലെ ഒരു അനുഭവകഥയിലേക്ക് കടന്നാലോ? ഇതൊരു മുത്തശ്ശൻ പറയുന്ന കഥയാണ്. അദ്ദേഹം നേരിട്ട് കണ്ട, അനുഭവിച്ചറിഞ്ഞ ഒരു ചരിത്രം. കഥ തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്താണ്. യൂറോപ്യൻ വ്യാപാരികൾ വന്ന് ഇവിടുത്തെ ഭരണാധികാരികളായ ആ കാലം. നാട്ടിലെ വിഭവങ്ങളൊക്കെ അവരെ കൊണ്ടുപോയി. ഇവിടെ ജീവിച്ചവർക്ക് കാര്യമായി ഒന്നും ബാക്കി വച്ചുമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ സ്വന്തം വിധി പോലും തീരുമാനിക്കാൻ കഴിയാത്തവരായിരുന്നു അന്ന് തന്റെ ജനത. അങ്ങനെയിരിക്കെ അവരെ ഭരിച്ചിരുന്ന ആ ശക്തികൾക്കിടയിൽ തന്നെ ഒരു വലിയ യുദ്ധം തുടങ്ങി. സത്യത്തിൽ ഒരു ദുരന്തം മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. തീമഴ പോലെയായിരുന്നു അത്. ലോകം മുഴുവൻ വിഴുങ്ങിയ ആ യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ പല രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ലോകം വീണ്ടും രണ്ടായി പിരിഞ്ഞു. അതായത് ഇത് നേരിട്ടുള്ള ഒരു യുദ്ധമായിരുന്നില്ല, പകരം ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഒരുതരം സംഘർഷം. എപ്പോ വേണമെങ്കിലും ലോകം അവസാനിച്ചേക്കാം എന്നൊരു പേടി. ഈ കാലഘട്ടമാണ് ശീതയുദ്ധമെന്ന് അറിയപ്പെട്ടത്. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട ആ പിരിമുറുക്കം ആ വലിയ സോവിയറ്റ് ശക്തിയുടെ തകർച്ചയോടെ അവസാനിച്ചു. അപ്പോ ഈ അനുഭവങ്ങളിൽ നിന്നുള്ള അവസാന പാഠം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം സൗജന്യമായി കിട്ടിയതല്ല, ഒരുപാട് ത്യാഗങ്ങളുടെ ഫലമാണ്. അതിന്റെ വില കൊടുത്തത് യുദ്ധത്തിൽ പൊരുതിയവർ മാത്രമല്ല, ഭയന്ന് വിറച്ച് ജീവിച്ചവർ കൂടിയാണ്. ഇത് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളില് എന്ത് ചരിത്രമാവും പറയാനുണ്ടാവാ?